Okay, so now we are going to deal with the module number 4 of corporate law, that is the law related to the partnership and limited liability partnership. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് കോർപ്പറേറ്റ് ലോയുടെ ഒരു പാർട്ട് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫോർത്ത് മൊഡ്യൂളാണ് ലോ റിലേറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ കേൾക്കാറുണ്ടാവും അല്ലേ, ബിസിനസ്സിൽ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഒന്ന് രണ്ട് പേര് ചേർന്ന് പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ, അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനിയെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഫോം. സോ വാട്ട് ആർ ദ ലോസ് റിലേറ്റഡ് ടു ദ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ലോ. അപ്പം നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ലോസ് നമുക്ക് എഗെയിൻസ്റ്റ് ആൻഡ് ഇൻ ഫേവർ വരും, അതൊക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ് വി വോണ്ട് ടു നോ വാട്ട് ഇസ് പാർട്ട്ണർഷിപ്പ് അല്ലേ, എന്താ പാർട്ട്ണർഷിപ്പ് എന്നാൽ നമുക്ക് ആദ്യം അറിയണ്ടേ. സോ വാട്ട് ഈസ് മെൻ ബൈ പാർട്ട്ണർഷിപ്പ്? It is a relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. Section 4 of paragraph 1 ദാറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ സെഷൻ 4 പറഞ്ഞിരിക്കുന്നതാണ് ഈ കാര്യം. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ അതിലൊരാളായിരിക്കാം ആക്ട് ചെയ്ത് ബിസിനസ് റൺ ചെയ്യുന്നത്, ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഏർപ്പെടുന്ന ആരെയും നമുക്ക് പാർട്ട്നേഴ്സ് എന്നും പറയാം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് or partnership is a relationship or relation between the persons who are agreed to share the profit of the business carried on by all or any of them acting for all. എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആക്ട് ചെയ്തോ ഉണ്ടാവുന്ന പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. So for becoming or to enter into a valid partnership, some of the essentials are required for the firm. ഇപ്പോൾ ഒരു ഫേമിന് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് മാറ്റാൻ? അതിൽ ഫസ്റ്റാണ് അസോസിയേഷൻ ഓഫ് 2 or more പേഴ്സൺസ്. ഫസ്റ്റ് എസെൻഷ്യലാണ് അസോസിയേഷൻ. പക്ഷേ എപ്പോഴും ഒന്നിലധികം ആൾക്കാർ വേണം അല്ലേ, രണ്ടിലധികം ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടണം. അപ്പോൾ അതിൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഏജ് റീച്ച് ചെയ്തിരിക്കണം. 18+ ഏജ് ഉള്ളവർക്ക് പാർട്ട്നേഴ്സ് ആകാൻ പറ്റുള്ളൂ. മൈനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഇൻക്ലൂഡഡ് ആകത്തില്ല. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, എത്ര പേർക്കാണ് മാക്സിമം വരാൻ പറ്റുക എന്ന് വെച്ചാൽ, എത്ര പേരാണെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ 50% ആണ് മാക്സിമം ലിമിറ്റ്. ആ 50% കടന്നു കഴിഞ്ഞാൽ അതിന് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി അനദർ കൈൻഡ് ഓഫ് ഫോം. പാർട്ട്ണർഷിപ്പ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറും. 2 to 50 വരെ മെമ്പർഷിപ്പാണ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ റിക്വയർമെൻറ്റ്. ദാറ്റ് ഈസ് ദ അസോസിയേഷൻ ഓഫ് 2 or more person up to 50%. സെക്കൻഡ് വൺ ഇസ് ദർ ഷുഡ് ബി ആൻ അഗ്രിമെൻറ്റ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 2 പേരാണ് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതെങ്കിൽ 2 പേരും കൂടെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അത് കോൺട്രാക്റ്റായി. ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ വാലിഡ് എസെൻഷ്യൽസ് നമ്മൾ പലതുണ്ട് കോൺട്രാക്റ്റിൻ്റെ വാലിഡ് എസെൻഷ്യൽസ് ആയിട്ട് പഠിക്കുന്നത്. വാട്ട് ആർ ദ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, ദെൻ കൺസെൻസസ് ആയിടം, ദെൻ ലീഗൽ അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, ലീഗൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലീഗൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, നോട്ട് കൺസിഡർ ടു ബി വോയിഡ്, അങ്ങനെ കുറേ വാലിഡ് എസെൻഷ്യാലിറ്റീസ് ഉണ്ട് കോൺട്രാക്റ്റിൻ്റെ. അതെല്ലാം തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ അഗ്രിമെൻറ്റും ഫേസ് ചെയ്തിരിക്കണം. ഇത് ക്യാൻ ബി എൻ എക്സ്പ്രസ് കോൺട്രാക്ട് ഓർ ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എഴുതിയോ പറഞ്ഞോ കോൺട്രാക്റ്റ് എന്ന രീതിയിലെത്തിയ, അതല്ല നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ട് കോൺട്രാക്റ്റായി മാറുന്നു. ഒരു പേന വാങ്ങുമ്പോൾ അതിന് പൈസ കൊടുക്കണം, പേന എനിക്ക് തരുമ്പോൾ അതിന് പൈസ കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ടോൾഡ് ബൈ എനി പേഴ്സൺ ബട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അങ്ങനെയുള്ള ഒരു അഗ്രിമെൻറ്റ് നമ്മൾ ഫോം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പായി മാറാൻ പറ്റൂ. പിന്നെ നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കേട്ടിട്ടുണ്ടാവും, HUF എന്ന് പറയും. അതൊരിക്കലും പാർട്ട്ണർഷിപ്പ് അല്ല. അതിൽ ഒരു അഗ്രിമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ HUFനെ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അതിലും രണ്ടും ഒരു 50-ലുള്ള ആൾക്കാരായിരിക്കും ഹിന്ദു അൺയുണൈറ്റഡ് ഫാമിലി. പക്ഷെ അതൊരു പാർട്ട്ണർഷിപ്പ് ഫോം ആയിരിക്കില്ല. ഇനി മൂന്നാമത്തെ എസെൻഷ്യാലിറ്റിയാണ് ബിസിനസ്. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് അറൈസ് ഓൺലി വെൻ ദ പാർട്ടീസ് ഹാവ് അഗ്രീഡ് ടു ക്യാരി ഔട്ട് ബിസിനസ്. ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷൻ, ഒരു പ്രൊഫഷൻ അങ്ങനെ ചെയ്യുന്നൊന്നേ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റൂ. അതല്ല അതൊരു ചാരിറ്റബിൾ അസോസിയേഷനാണ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് അസോസിയേഷൻ ആണെങ്കിൽ അതൊരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എ ബിസിനസ് റിലേറ്റഡ് ടു ട്രേഡ്, ഒക്യുപ്പേഷൻ ഓർ എ പ്രൊഫഷൻ. ദെൻ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പാർട്ട്ണർഷിപ്പ്
arises only when there is an implied or an express agreement to share the profit of the business. ഒരു പ്രോഫിറ്റ് ഷെയറിങ് കൺസെപ്റ്റ് അവിടെ വന്നിരിക്കണം. ഇഫ് ദർ ഇസ് നോട്ട് അഗ്രിമെൻറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്, ദർ ഇസ് നോ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഏറ്റവും പ്രൈമ ഫേസി അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറയുന്നത് എന്താ? ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ഒരു പ്രോഫിറ്റ് ഷെയറിങ് ഇല്ലെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ദെൻ ക്യാരീഡ് ദാറ്റ് ഇസ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ഇപ്പോൾ 2 പേര് അല്ലെങ്കിൽ ഒരു 10 പേരുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് തുടങ്ങിയത്. അതിനകത്ത് 10 പേരും ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നോ അവർ കണ്ടിന്യൂസ് എല്ലാ ആക്ടിവിറ്റീസിനും ഇൻവോൾവ് ആകണമെന്നോ ഇല്ല. അപ്പം അതിൽ ചിലപ്പോൾ 1-2 ആൾക്കാരെ ചിലപ്പോൾ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്കതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ദാറ്റ് ഇസ് ബിസിനസ് ക്യാൻ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്യുന്ന 2 പേരാണെങ്കിലും ഓക്കെയാണ്. ഇങ്ങനെയുള്ള കേസുകൾക്കാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ എസെൻഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഓഫ് 2 to a maximum of 50 members to form a partnership. There should be an agreement which is having all the essentials of a contract. Otherwise, it won't be a partnership. Then it should be always a business activity like a trade, profession or a occupation. Otherwise, for a charitable organization അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സർവീസ് ഓർഗനൈസേഷൻ, അതൊന്നും ഒരിക്കലും നമ്മൾ എന്താ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആണ് അതിൻ്റെ പ്രൈമ ഫേസി ആയിട്ട് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. വേണമെങ്കിൽ ബിസിനസ് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ആക്ട് ചെയ്യാം. അതല്ലെങ്കിൽ 1-2 ആൾക്കാർ മാത്രം എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള 2 കേസിലും നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. സോ ദിസ് ആർ എന്താണ് മേജർ എസെൻഷ്യൽസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഇനിയുള്ളത് ദ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കണം. പക്ഷേ അതിന് വാലിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എസെൻഷ്യലും ഉണ്ടെങ്കിൽ വാലിഡ് ആണെന്ന് പറയുന്നുള്ളൂ. പക്ഷേ 2 എക്സെപ്ഷൻസ് ഉണ്ട് ഈ ഒരു ജനറൽ റൂളിന് വേണ്ടി. അതിലൊന്നാണ് മൈനർ പാർട്ട്ണർ. ദാറ്റ് ഈസ് മൈനർ എന്ന് പറഞ്ഞാൽ ആരാ? എപ്പോഴും ലോ അല്ലെങ്കിൽ നമുക്ക് 18 വയസ്സ് തികയാത്ത ഒരാളെയാണ് നമ്മൾ മൈനർ എന്ന് പറയാം. So a minor lacks capacity to enter into a contract and therefore he cannot be a full-fledged partner. ഒരിക്കലും ഒരു മൈനറിനെ ഫുൾ-ഫ്ലെഡ്ജ് പാർട്ട്ണർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു മൈനറിനെ അഡ്മിറ്റ് ചെയ്യാം. പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ബാക്കി എല്ലാവരും സമ്മതിക്കുകയാണ്, ബാക്കി എല്ലാവരുടെയും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ he can get the benefits of the partnership. This is because of the promise that the minor can be a promisee but not a promiser in a contract. ഒരു പ്രോമിസി പോലെയാണ്. ഒരു കോൺട്രാക്റ്റിൽ പ്രോമിസി എന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. കോൺട്രാക്ട് ഫസ്റ്റ് സെമ്മല്ല, തേർഡ് സെമ്മിൽ നിങ്ങൾ ബിസിനസ് ലോ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോമിസി എന്താ, പ്രോമിസർ എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രോമിസിയെ പോലെയാണ് ഒരു മൈനർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈനർ ഇതിന് എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും കിട്ടാം ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദ കൺസെൻറ്റ് ഫ്രം ഓൾ ദ parties. All the other partners are giving the consent, then the minor can also be taken as a partner with all the benefits of our partnership. Second one is about the consideration. Consideration എന്ന് പറയുന്നത് നമ്മളുടെ കോൺട്രാക്റ്റിലെ ഒരു മെയിൻ ഫീച്ചറാണ് അല്ലേ. Here, law of partnership is a field where the principles of agency is applied. So, one of the unique feature of agency is no consideration is required to create an agency. ഇപ്പോൾ ഏജൻസിയിൽ കോൺട്രാക്റ്റിലെ എല്ലാ കാര്യത്തിലും കൺസിഡറേഷൻ വേണമെന്നാണെങ്കിലും ഏജൻസിയിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഒരു ഏജൻസി കൺസെപ്റ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പം വാലിഡ് അല്ലെങ്കിൽ ലീഗൽ കൺസിഡറേഷൻ എന്ന കൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 2 എക്സെപ്ഷൻസ് ആണ് നമ്മൾ കോൺട്രാക്റ്റുമായിട്ട് ബേസ് ചെയ്ത് മാറ്റി പറഞ്ഞത്. മൈനർ പാർട്ട്ണറും ഉണ്ടാവാം, അതുപോലെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും പാർട്ട്ണർഷിപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ദ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ആവണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ആ അഗ്രിമെൻറ്റിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ടെന്നും അതുപോലെ അതിനകത്ത് എല്ലാ ആൾക്കാരും ആക്ട് ചെയ്യുന്നുണ്ടോ, അത് 2-3 ആൾക്കാർ എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്യുകയാണോ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടുകയാണ് അല്ലെങ്കിൽ എല്ലാത്തിനും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളപ്പോൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ദ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ്. അപ്പോൾ പാർട്ട്നേഴ്സിനും ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിനും ടൈപ്സ് പഠിക്കാനുണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്സ് ആണ് ദർ ആർ 3
That is partnership for a fixed period, particular partnership and partnership at will. We can classify into 3 types. That is, first one is partnership for a fixed period. ഇപ്പോൾ ആ വാക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നത്. അതിന് ശേഷം ആ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അത് റിന്യൂ ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പാർട്ട്ണർഷിപ്പ് ബൈ വില്ലായി മാറും. ഓക്കെ, സോ ബാക്കിയുള്ള ഒറിജിനൽ കോൺട്രാക്റ്റിലുള്ള പോലെ തന്നെ പാർട്ട്നേഴ്സിനെല്ലാം ബെനിഫിറ്റ്, മ്യൂച്വൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ടാവും പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡിലും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി സെക്കൻഡ്, പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർപ്പസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ അണ്ടർടേക്കിങ്ങിനെ ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോവുക, അതിനെ നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ, ആ ഒരു അണ്ടർടേക്കിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ആ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ആവും. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സിന് വേണ്ടി വേറൊരു പാർട്ടിയായിട്ട് ഇൻവോൾവ് ചെയ്തു. എൻ്റെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ ഗൂഗിളുമായിട്ട് പാർട്ട്ണർഷിപ്പ് എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഗൂഗിളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, so here also all the rights, mutual rights and duties of the partners will remain the same as stated in the original contract. Original contractile പോലെ തന്നെ നിൽക്കും. ഇതാണ് particular partnership. And the third one is partnership at will. That is, no provision is made by contract. കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഡ്യൂറേഷനോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ ഒരു താല്പര്യത്തിൽ മാത്രം ഇൻവോൾവ് ആകുന്ന ഒരു പാർട്ട്ണർഷിപ്പ്, രണ്ടാൾക്കാരും ഓക്കെ ആയിട്ട്. അങ്ങനെയുള്ളതിനെ നമുക്ക് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇതിനോട് താല്പര്യമില്ല പാർട്ട്ണർഷിപ്പിലെങ്കിൽ they can give the consent or give a notice and this will dissolve the partnership. അതോടെ പാർട്ട്ണർഷിപ്പ് നിർത്താനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of partnership. That is partnership for a fixed period, particular partnership and partnership at will. അതിൽ ഈ particular partnership മെൻഷൻ ചെയ്തിരിക്കുന്നത് സെഷൻ 8 ഓഫ് ലോ ഓഫ് പാർട്ട്ണർഷിപ്പിലാണ്. ആൻഡ് ദിസ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് പറഞ്ഞിരിക്കുന്നത് സെഷൻ 7 ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്റ്റിലാണ്. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇതുപോലെ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് പല രീതിയിലാണ്. പക്ഷെ പാർട്ട്നേഴ്സ് പറഞ്ഞാൽ ആരാ, അതിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട ഏതൊരാളെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ആ ഓർഗനൈസേഷൻ, ആ ഫേമിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അതിനെല്ലാം ലയബിളായിട്ടുള്ളവരെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവരെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദേ ആർ ആക്റ്റീവ് ഓർ ആക്ച്വൽ ഓർ റിയൽ പാർട്ട്ണർ, ദെൻ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ, nominal partner, partner in profit only, sub partner and partner by estoppel or holding out. ഇതെല്ലാം നിങ്ങൾ ബിസിനസ് ലോയിൽ പഠിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. We can discuss it once more. Active, actual or real partner. So he will be engaged in the conduct of the business of the partnership as active. Actively involvement ഉണ്ടാവും അയാൾ ആ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഹി വിൽ ബി ആക്ടിങ് ആസ് ഏജൻറ്റ് ഓഫ് ദ ഫേം. ഫേമുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. എല്ലാ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷനിൽ ഫുള്ളി അയാൾ ഇൻവോൾവ് ആണ്. പബ്ലിക് നോട്ടീസ് അയാൾ ഇഷ്യൂ ചെയ്യേണ്ടി വരും ഇൻ കേസ് ഓഫ് ഹി വോണ്ട് ടു റിസൈൻ ഓർ ഇഫ് ഹി വോണ്ട് ടു ഫ്രീ ഫ്രം ദ റിട്ടയർമെൻറ്റ് ഹി വോണ്ട് ടു ഗീവ് എ പബ്ലിക് നോട്ടീസ്. അങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെ നമ്മൾ ആക്റ്റീവ് ഓർ ആക്ച്വൽ ഓർ റിയൽ പാർട്ട്ണർ എന്ന് പറയും. അപ്പോൾ ഫുള്ളി ബിസിനസ് ആക്ടിവിറ്റിയെ പറ്റി മൊത്തം അറിയുന്ന, എല്ലാത്തിനും ഇൻവോൾവ് ആകുന്ന, എല്ലാ കാര്യവും അയാളിലൂടെ മാത്രം പോകുന്ന ഒരു പാർട്ട്ണറിനെ നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയും. സെക്കൻഡ് ടൈപ്പാണ് ദ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ. അപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്തായിരിക്കും, ലോയുടെ മുന്നിൽ അല്ലെങ്കിൽ ലോയുടെ കണ്ണിൽ അയാൾ പാർട്ട്ണറാണ്, പക്ഷേ അയാൾ ഒരിക്കലും കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ ഡെയിലി ആക്ടിവിറ്റീസിലൊന്നും അയാൾ ഇൻവോൾവ് ആകുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറയും. So, such a partner may be entitled to the profit of the business as per the agreement among the partners. അപ്പോൾ അയാൾ പ്രോഫിറ്റ് ഒക്കെ അയാൾക്ക് കിട്ടും അല്ലേ, സ്ലീപ്പിംഗ് പാർട്ട്ണറിന് എല്ലാ രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ബാക്കി എല്ലാവരും സമ്മതമാണ് എങ്കിൽ എല്ലാവരുടെ അഗ്രിമെൻറ്റിലാണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. സിമിലർലി ഹി ഈസ് ലയബിൾ ആസ് എ പാർട്ട്ണർ ടു ദ ക്രെഡിറ്റേഴ്സ്. അതുപോലെ ക്രെഡിറ്റേഴ്സിനും അയാൾ ലയബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഒരു സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്റ്റീവ് പാർട്ട്ണറിനെ പോലെ അയാൾക്ക് പബ്ലിക് നോട്ടീസ് ഒന്നും കൊടുത്തിട്ട് വേണ്ട റിസൈൻ ചെയ്യാൻ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. തേർഡ് ടൈപ്പാണ് നോമിനൽ പാർട്ട്ണർ. So, nominal partner is a person who is not really a partner, may represent to the outside world that he is a partner. പക്ഷേ പുറം ലോകത്ത് അയാൾ ഒരു പാർട്ട്ണറാണ്, പക്ഷേ ശരിക്കും അയാൾ പാർട്ട്ണർ അല്ല. ഹി ലെൻസ് എ നെയിം ടു ദ ഫേം വിത്തൗട്ട് ഹാവിങ് എനി റിയൽ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അയാൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷേ അയാൾ അയാളുടെ പേര് കൊടുക്കും ഫോർ ദ സേക്ക് ഓഫ് ദി കസ്റ്റമേഴ്സ് ഓർ ഔട്ട്സൈഡ് വേൾഡ് അറിയുന്ന മാത്രം.
സോ ഹി വോണ്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ഇൻ ദ ബിസിനസ്. അയാൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ അയാൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ അയാൾ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നുണ്ടാവുന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നമായ എന്തെങ്കിലും ആക്ടിവിറ്റി ആ ഫേമിൻ്റെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിന് ലയബിളായിരിക്കും ഇങ്ങനെയുള്ള നോമിനൽ പാർട്ട്നർ. സോ പാർട്ട്നേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ് ഇസ് കോൾഡ് നോമിനൽ പാർട്ട്നർ. So he will be liable for the complaints or any act of the firm, but he is not a real partner. Then fourth one is partner in profit only. അപ്പം നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാവും, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് മാത്രം. ലോസ് ഷെയർ ചെയ്യത്തില്ല, പക്ഷേ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. സോ പാർട്ട്നേഴ്സ് ഷാൽ ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് only and not he don't want to share the losses. Such a partner is not liable for the losses as other partners. അങ്ങനെയുള്ളൊരു പാർട്ട്ണറിനെയാണ് നമ്മൾ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഒള്ളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് സബ് പാർട്ട്ണർ. സോ വെൻ എ പാർട്ട്ണർ agrees to share his share of profit in a partnership firm with an outsider, such an outsider is called sub partner. അപ്പോൾ ഞാനൊരു ബിസിനസ്സിലെ പാർട്ട്ണറാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഔട്ട്സൈഡർ റിലേറ്റീവിനെ വല്ലോ ഈ പാർട്ട്ണർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റൊക്കെ ഞാൻ അയാൾക്കിലേക്കാണ് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ ഭാഗം അയാൾക്കും കൂടെ കൊടുക്കുന്നത്. അങ്ങനെ ഒരാളെ നമ്മൾ സബ് പാർട്ട്ണർ എന്ന് പറയും. അയാൾക്ക് ഒരിക്കലും ഫേമിലെ റൈറ്റ്സോ ഫേമിൻ്റെ ഡെപ്റ്റിൻ്റെ മേലെ ഒന്നും ലയബിലിറ്റി ഉണ്ടാകത്തില്ല. ഹി ഗെറ്റ്സ് ഓൺലി ദ ഷെയർ ഓഫ് ദി ഒറിജിനൽ പാർട്ട്ണർ. സോ ഹി ഈസ് കോൾഡ് എ സബ് പാർട്ട്ണർ, ഓൾവേസ് എൻ ഔട്ട്സൈഡർ ഓഫ് ദി ഓർഗനൈസേഷൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ, ദാറ്റ് ഇസ് ഓർ ഹോൾഡിംഗ് ഔട്ട്. പാർട്ട്ണർ ഹോൾഡിംഗ് ഔട്ട് എന്നും പറയാം. സോ ഇഫ് എ പേഴ്സൺ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ബൈ കോണ്ടാക്ട് ഹിംസെൽഫ് ഓർ അൺനോയിങ്ലി പെർമിറ്റ്സ് himself to be represented to be a partner in the firm, he is estoppel from denying his being a partner. ചിലവരുടെ കണ്ടക്റ്റിനനുസരിച്ച് അയാളുടെ പെരുമാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാൾ അങ്ങ് സമ്മതിക്കുക പാർട്ട്ണറാണ് എന്നുള്ളത്, പക്ഷേ ശരിക്കും അയാൾ പാർട്ട്ണറല്ല. അങ്ങനെ പിന്നെ അയാൾ ഡെനി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയി പോകുന്ന ഒരാളെ നമുക്ക് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയാം. സോ ഹി വിൽ ബി ലയബിൾ ആസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം to anyone who is in faith of such representation given credit to the firm. ചിലപ്പം ഞാൻ ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആയതുകൊണ്ട് ആണ് എന്ന് വിശ്വസിച്ചായിരിക്കാം പുറത്തുനിന്ന് ഒരാൾ, എന്നെ പരിചയമുള്ള ഒരാൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്, പക്ഷേ ഞാൻ ശരിക്കും പാർട്ട്ണറല്ല, പക്ഷെ അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എന്നെ വിശ്വസിച്ചിട്ടാണ്. അങ്ങനെയുള്ള കേസിൽ ഞാനാവുന്നത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ ഓർ ഹോൾഡിംഗ് ഔട്ടാണ്. ഞാൻ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടല്ലേ അയാൾ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ അതിനുള്ള ലയബിലിറ്റി ഞാൻ ബിയർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളതിനെയാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ ഓർ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൽ ആക്റ്റീവ്, ആക്ച്വൽ, റിയൽ പാർട്ട്ണർ പറഞ്ഞു, സ്ലീപ്പിംഗ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഒൺലി, സബ് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ ഓർ ഹോൾഡിംഗ് ഔട്ട്. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ, ഫസ്റ്റ് വാട്ട് ഇസ് മെൻ ബൈ പാർട്ട്ണർഷിപ്പ്, then who are the partners, what are the essentials of a partnership, then exceptions to the forms of partnership, മൈനർ എങ്ങനെ പാർട്ട്ണർ ആകാം, അതുപോലെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും പാർട്ട്ണർഷിപ്പിലേക്ക് ഇൻവോൾവ് ആകാം. പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ്, പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. then the last type, the types of partners, active partner, sleeping, nominal, partner in profit, sub partner and partner by estoppel. So next one is about the partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്? സോ ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ്. നമുക്കറിയാം, ആ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ എഴുതിയോ പറഞ്ഞോ ആക്കി വെക്കണ്ടേ, ആ ഒരു ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ ഡീഡ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ദാറ്റ് ഔട്ട്ലൈൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ആ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ അവർ സമ്മതിച്ചിരിക്കുന്നത് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ അതെല്ലാം ഉള്ളൊരു അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഫേമിൻ്റെ പേരുണ്ടാകും, എത്ര നാളത്തേക്കാണ് ആ ഫേം വർക്ക് ചെയ്യുന്നത്, എന്ത് ബിസിനസ്സാണ് ആ ഫേം ചെയ്യുന്നത്, then what is the place, the residence of the business itself, ആ ഫേമിൻ്റെ പ്ലേസ് ഓഫ് റെസിഡൻസ്, ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ഇപ്പോൾ 5 പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരും അവരുടെ അഡ്രസ്സും, അതേപോലെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സ് എത്രത്തോളം ഷെയർ ഇട്ടോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അവരുടെ റേഷ്യോ ഓഫ് ഷെയർസ് എത്രയാണ് അതും മെൻഷൻഡ് ആയിരിക്കണം ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വേണ്ടത്. അപ്പോൾ എപ്പോഴും ഇതെങ്ങനെയാണ്, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡും ചെയ്യണം. അതേപോലെ തന്നെ ഒരു റിക്വയർഡ് സ്റ്റാമ്പ് പേപ്പറിലായിരിക്കും ഇത് എഴുതേണ്ടത്. നമ്മൾ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 പറഞ്ഞിട്ടുണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ സ്റ്റാമ്പ് പേപ്പർ സൈൻ ചെയ്തായിരിക്കണം. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് എല്ലാം ഇതുപോലെ സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്ത് തന്നെയായിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്.
നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ റിലേഷൻസ് ഓഫ് പാർട്ട്ണർ ടു വൺ അനദർ. ഒരു പാർട്ട്ണറിന് വേറെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഈച്ച് പാർട്ട്ണർ ഹാസ് എ റൈറ്റ് ടു ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. എല്ലാവർക്കും അവരുടെ ഷെയർസും അതുപോലെ ലോസും പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈച്ച് പാർട്ട്ണർ ഹാസ് ഓൾസോ ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഈക്വലി ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എല്ലാവരും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഇൻവോൾവ് ചെയ്യാനും മാനേജ്മെൻറ്റിൽ ആക്റ്റീവ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ ദേ ഓൾസോ എ ഫിഡ്യൂഷണറി ഡ്യൂട്ടി ടു ദ പാർട്ട്ണർഷിപ്പ് ആൻഡ് ടു ദ കോ പാർട്ട്നേഴ്സ്. എല്ലാ കോ പാർട്ട്നേഴ്സുമായിട്ടും അവർക്കൊരു റൈറ്റ് ഉണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ വേറൊരു പാർട്ട്ണർ ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവരായിരിക്കണം അയാളുടെയും കൂടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പല റിലേഷൻസ് ആണ് ഓരോ പാർട്ട്നേഴ്സ് തമ്മിൽ ഉള്ളത്. സോ പാർട്ട്നേഴ്സ് ആർ ഓൾവേസ് ബൗണ്ട് ടു ക്യാരി ഓൺ എ ബിസിനസ് ഓഫ് ദ ഫേം ടു ഗ്രേറ്റസ്റ്റ് കോമൺ അഡ്വാൻറ്റേജ് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. എല്ലാവരും ഒരേ ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യണം. അതുപോലെ അവർ ജസ്റ്റും ഫെയ്ത്ത്ഫുള്ളും ആയിട്ട് വേണം എല്ലാവരും റൺ ചെയ്യാൻ. എല്ലാവർക്കും ഒരുപോലുള്ള ഡ്യൂട്ടീസ് ലയബിലിറ്റീസ് ആയിരിക്കും എല്ലാ പാർട്ട്നേഴ്സിനും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ റിലേഷൻസ് ഓഫ് എ പാർട്ട്ണർ ടു ദ വൺ അനദർ. ഓരോരോ പാർട്ട്നേഴ്സിനോടുള്ള റൈറ്റ് അല്ലെങ്കിൽ അവരുടെ മേജർ റൈറ്റ്. ഇനി നമ്മൾ റൈറ്റ്സ് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ദ റൈറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആകാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അവർ എത്രത്തോളം ക്യാപിറ്റൽ കൊടുത്തു അല്ലെങ്കിൽ അവരുടെ എത്രത്തോളം ഷെയർ ഉണ്ട് അതൊന്നും നോക്കാതെ തന്നെ അവർക്ക് മാനേജ്മെൻറ്റിൽ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യാം. ദെൻ റൈറ്റ് ടു ബി കൺസൾട്ടഡ്. That is, in matters related to any of the partnership, we can deal with the persons. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ട് പാർട്ട്നേഴ്സിൻ്റെ തമ്മിൽ എങ്കിൽ നമ്മൾ എപ്പോഴും ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? മെജോറിറ്റിയുടെ ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈക്വൽ പ്രിവിലേജ് ആണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന ബിസിനസ് ഷെയർ ഒന്നും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കുന്നത്. ദെൻ റൈറ്റ് ഓഫ് ആക്സസ് ടു ബുക്സ്. ഇപ്പോൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും ഇല്ലേ? ഓരോ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ബുക്സിലായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ബുക്ക്, ഇതെല്ലാം ലെഡ്ജേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഒരു ഫേമിൽ. അപ്പോൾ അതെല്ലാം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഓരോ പാർട്ട്നേഴ്സിനുണ്ട്. വെദർ ഹി ഈസ് എ സ്ലീപ്പിംഗ് വൺ ഓർ എ ഡോർമെന്റ് വൺ ഓർ എ active one, everybody is given the equal responsibility or equal right to access the book of accounts. Then the right to share in profit share, അവരുടെ പ്രപ്പോർഷൻ അനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അവരുടെ പ്രപ്പോർഷൻ നോക്കിയിട്ടായിരിക്കും പ്രോഫിറ്റ് ആണ് ലോസും അതുണ്ട്. ദെൻ റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദാറ്റ് ഈസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ മേലെയുള്ള ഇൻട്രസ്റ്റ് കിട്ടാനും അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല ക്യാപിറ്റൽ, അതിൻ്റെ മേലെ കിട്ടേണ്ട ഇൻട്രസ്റ്റും അവർക്ക് ഉണ്ടാവും. ദെൻ റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്. ദാറ്റ് ഈസ് എ പാർട്ട്ണർ ഹു ഹാസ് contributed more than his share of capital for the purpose of business is entitled to interest at the rate of 6% per annum. ഇപ്പം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 30,000 ആണെന്ന് വെച്ചോ, പക്ഷേ അയാൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം 1 lakhിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് 2 ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരാൾ 3:7% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഒരാൾ 70,000 ഒരാൾ 30,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 30,000 ആൾക്കാർ ചിലപ്പോൾ ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോയപ്പോൾ കുറച്ചുകൂടി പൈസ വേണമെന്ന് തോന്നിയിട്ട് അയാളൊരു 50,000 കൂടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ. സോ ഹി ഹാസ് ഇൻവെസ്റ്റഡ് ഇൻക്രീസ് എമൗണ്ട്. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരു 50,000 കൂടുതലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ അയാൾക്ക് വർഷം തോറും 6% ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അയാളൊരു അഡ്വാൻസാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ അഡ്വാൻസിനുള്ള ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്. ദാറ്റ് ഈസ് എ പാർട്ട്ണർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു ഇൻഡെംനിഫൈ ബൈ ദ firm for all act done by him in the course of partnership business. That is, he is entitled for all payment made in respect of partnership debt or liability or expense and disbursement made in the emergency for protecting the firm from the firm. ഇപ്പോൾ പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ, ഒരു ഹേർഡിൽ ആ ഫേമിന് വന്നാൽ അവർ ഓരോരുത്തരും അതിന് വേണ്ടി ഇൻഡെംനിഫൈ ചെയ്തിരിക്കണം അല്ലേ? ഓരോരുത്തരും അതിന് റെസ്പോൺസിബിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്യാനുള്ള റൈറ്റും ഓരോ പാർട്ട്നേഴ്സിനുണ്ട്. സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ. So right to take part in the management of the business irrespective of their share, right to be consulted, right to access of books, right to the share in profit, right to interest on capital, right to interest on advance, and right to be indemnified. Okay, so these are the rights of the partners. അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് എന്താണ് ഇതൊക്കെ പറഞ്ഞു, ദ റിലേഷൻസും പറഞ്ഞു, റൈറ്റ്സും പറഞ്ഞു. പക്ഷേ പാർട്ട്നേഴ്സിന് കുറേ ലയബിലിറ്റീസും ഉണ്ട്, കുറേ ദോഷങ്ങൾ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിലൊന്നാണ് ടു ക്യാരി ഓൺ ബിസിനസ് ടു ദ ഗ്രേറ്റസ്റ്റ് കോമൺ അഡ്വാൻറ്റേജ്.
ദാറ്റ് ഈസ് എപ്പോഴും എല്ലാവർക്കും ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രമേ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റൂ. ഒരാളുടെ ഇഷ്ടം മാത്രമായിട്ട് നമുക്ക് ഒരാളുടെ അഡ്വാൻറ്റേജ് മാത്രം ഒരിക്കലും പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാനും വേറൊരാളും കൂടി ബിസിനസ് നടക്കുക, പാർട്ട്നേഴ്സാണ്. എനിക്ക് എൻ്റെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് എൻ്റെ ഒരു ഫാമിലി മെമ്പറുമായിട്ടാണെന്ന് വെച്ചോ. പക്ഷേ എൻ്റെ പാർട്ട്ണറിന് അത് താല്പര്യമല്ല. അപ്പോൾ പാർട്ട്ണറിന് താല്പര്യം അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഫാമിലി മെമ്പറുമായിട്ട് ബിസിനസ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ കോമൺ അഡ്വാൻറ്റേജ് അല്ലേ, രണ്ട് പേരുടെയും കൂടെ ഒരു സമ്മതത്തിൽ നടക്കുന്നതല്ല. സോ ഓൺലി ദ ബിസിനസ് ക്യാൻ ബി ക്യാരിഡ് ഓൺ എ കേസ് ഓഫ് എ കോമൺ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് one liability. Second is to be just and faithful. ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗുഡ് ഫെയ്ത്ത് ആൻഡ് ജസ്റ്റ് ആയിരിക്കണം മെമ്പേഴ്സൊക്കെ. അവരൊരിക്കലും ഒരു പ്രൈവറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല ആ ഫേമിൻ്റെ പേരിൽ. ഇപ്പം ഞാൻ വേറൊരു കമ്പനിയിൽ നിന്ന് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കമ്പനിയുടെ ഓണറാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം പൈസ തരണമെന്നുള്ള രീതിയിലൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ കാൺ യൂസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോർ എനി അഡ്വാൻറ്റേജ് ഫോർ മൈ സെൽഫ്. എൻ്റെ ഒരു പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. തേർഡ്, ടു ഇൻഡെംനിഫൈ ഫോർ ഫ്രോഡ്. എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ആ കമ്പനി നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള പാർട്ട്ണറായിരിക്കും ചെയ്തത്, പക്ഷേ ഞാനും അതിന് ലയബിളായിരിക്കും. ആ ഫ്രോഡിന് ഞാനും ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും, ലോസ് ഞാനും ബെയർ ചെയ്യേണ്ടി വരും. കോ പാർട്ട്ണർ ചെയ്ത തെറ്റ് ഞാനും കമ്മിറ്റ് ചെയ്തിട്ട് ഞാനും അതിനുള്ള ഈക്വൽ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഐ നീഡ് ടു നോ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ അതർ പാർട്ട്ണർ. ദാറ്റ് ഈസ് ദ അനദർ ലയബിലിറ്റി. Fourth one is to attend diligently. That is, subject to contract between, there is a duty of the partner to attend diligently to its duties. എല്ലാ ഡ്യൂട്ടീസും അയാൾ ചെയ്തിരിക്കണം അല്ലേ. അയാൾക്ക് ഒരു കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം അയാളുടെ നോളജും അയാളുടെ സ്കിൽസും ഉപയോഗിച്ചിരിക്കണം. ദാറ്റ് ഈസ് അനദർ ലയബിലിറ്റി. ടു വർക്ക് വിത്തൗട്ട് റെന്യൂമറേഷൻ. പിന്നെ ഒരു പാർട്ട്നേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ റെന്യൂമറേഷൻ ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. റെന്യൂമറേഷൻസ് ഇൻ റിട്ടേൺ ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്, ഓൺലി ഓൺ ദ ഇൻട്രസ്റ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ദേ വിൽ ഗെറ്റ്. ഇപ്പോൾ ലോസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, ഒന്നും കിട്ടത്തില്ല. ദേ വിൽ സഫർ ലോസസ്. എന്നാലും ദേ ഷുഡ് വർക്ക്. ഇപ്പോൾ റെന്യൂമറേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് സം കൈൻഡ് ഇൻ കേസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ദെൻ ടു ഷെയർ ലോസസ് ഷെയർ ചെയ്യണം. ഇപ്പോൾ അഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും പാർട്ട്നേഴ്സ് ഈക്വലി ലോസസ് ഷെയർ ചെയ്യുമെന്നുള്ളത് റൈറ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ലോ ആണ് ആസ് പെർ ദ സെക്ഷൻ 13B ലോ ഓഫ് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു അഗ്രിമെൻറ്റ് ഷെയർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തോളാം എന്നാണ് പറയുക. പക്ഷേ അതിൽ തന്നെ ലോസും ഷെയർ ചെയ്തോളും എന്ന് ഉള്ളതാണ്. അപ്പോൾ വി ആർ ബോൺ ടു ഷെയർ ദ ലോസസ് ടു. ദെൻ ടു ഇൻഡെംനിഫൈ ഫോർ ദ വിൽഫുൾ നെഗ്ലക്റ്റ്. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തതാണ് എങ്കിൽ, നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യാതിരുന്നതോ അല്ലെങ്കിൽ പാർട്ട്ണർ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാതിരുന്നതോ, ഇതൊക്കെ നമുക്ക് തെറ്റുകുറ്റങ്ങളാണ്. അതിനെല്ലാത്തിനും നമ്മൾ ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും. ദെൻ ടു യൂസ് ദ ഫേംസ് പ്രോപ്പർട്ടി എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഫേം. ഫേമിൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും എൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫേമിൻ്റെ പ്രോപ്പർട്ടി എനിക്കെടുത്ത് വിൽക്കാനോ അതെടുത്ത് പ്ലെഡ്ജ് ചെയ്യാനോ ഉള്ള ഒരു റൈറ്റും ഒരു പാർട്ട്ണറിന് ഇല്ല. ദെൻ ടു അക്കൗണ്ട് ഫോർ ദ പേഴ്സണൽ പ്രോഫിറ്റ് നോട്ട് ടു കോമ്പീറ്റ് വിത്ത് ദ ബിസിനസ് ഓഫ് ദ ഫേം. എനിക്ക് പേഴ്സണൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, പക്ഷേ ഒരിക്കലും എൻ്റെ പ്രോഫിറ്റിന് വേണ്ടി these are two things to account for the personal profit. That is, if a partner derives any benefit without the consent of other party, the partnership transaction or from any use of the partnership property, name or business connection etc., he must account for it and pay for it to the firm. ഇപ്പം ഞാൻ എന്തെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടി നമ്മുടെ ഫേം ഉപയോഗിച്ചു. അപ്പം നേരത്തെ പറഞ്ഞു എൻ്റെ ഫേമിൻ്റെ പ്രോപ്പർട്ടി ഒന്നും എനിക്ക് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് വെച്ചു, അവരുടെ ബെനിഫിറ്റ് കൊണ്ട് ഫേമിൻ്റെ എന്തെങ്കിലും കാര്യം കൊണ്ടാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായത്. അങ്ങനെയുള്ള കേസിൽ ഞാൻ അതിനുള്ള റിട്ടേൺ ഫേമിന് കൊടുത്തിരിക്കണം. ഐ ഷുഡ് മേക്ക് സം പേയ്മെൻറ്റ് ഫോർ ദ അഡ്വാൻറ്റേജ് ഗിവൺ ബൈ ദ ഫേം. അങ്ങനെയൊന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് ഇവിടെ, നോട്ട് ടു കോമ്പീറ്റ് വിത്ത് ദ ബിസിനസ് ഓഫ് ദ ഫേം. That is, a partner must not carry on any other business of the same nature. ഈ ബിസിനസ്സിന് കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരേപോലെയുള്ള വേറൊരു ബിസിനസ് ഞാൻ തുടങ്ങാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾസ് അല്ലേ. ഒരിക്കലും എൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് എൻ്റെ സോൾ ബിസിനസ് കോമ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ടു ആക്ട് വിത്തിൻ അതോറിറ്റി. എൻ്റെ അതോറിറ്റിയുടെ ലിമിറ്റിൽ നിന്ന് തന്നെ വേണം ഞാൻ ആക്ട് ചെയ്യാൻ. എനിക്ക് ആക്ച്വൽ ആൻഡ് ഇംപ്ലൈഡ് അതോറിറ്റീസ് ഉണ്ട്. ആ ഒരു ലിമിറ്റിൽ നിന്നേ ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനും പാടുള്ളൂ. ആൻഡ് ടു ബി ലയബിൾ ജോയിൻ്റ്ലി ആൻഡ് സിവിയർലി. എല്ലാ പാർട്ട്നേഴ്സും ഒരേപോലെ ലയബിളും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആകുകയും ചെയ്യണം. ദെൻ നോട്ട് ടു അസൈൻ
ഹിസ് റൈറ്റ്സ്. ഒരു പാർട്ട്ണറിന് അയാളുടെ റൈറ്റ്സ് മുഴുവൻ പുറത്തൊരാളിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അയാളുടെ ഷെയറിൻ്റെ ഒരു ഭാഗം വേറൊരാൾക്ക് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും എൻ്റെ ഫുൾ റൈറ്റ്സ് വേറെ ഔട്ട്സൈഡറിലേക്ക് എനിക്ക് കൊടുക്കാനുള്ള റൈറ്റും ഇല്ല. ഇതൊക്കെയാണ് മേജർ ലയബിലിറ്റീസ് ഓഫ് എ പാർട്ട്ണർ. സോ ടു ക്യാരി ഓൺ ബിസിനസ് ടു ദ കോമൺ അഡ്വാൻറ്റേജ്, ഓൾവേസ് എ ബിസിനസ് ടു ബി കോമൺ അഡ്വാൻറ്റേജ് ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. ഓൾ പാർട്ട്നേഴ്സ് നീഡ് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. ഹി ഷുഡ് ബി ഇൻഡെംനിഫൈഡ് ഫോർ ദ ഫ്രോഡ്. ഹി ഷുഡ് അറ്റൻഡ് diligently, work without remuneration, share the profit as well as losses, indemnify for the willful neglect by the partner side, then can't use the firm's property for the personal use. If I am using it, I should repay. Then I couldn't compete with the business of the firm itself. Then I should act only within the authority. അതോറിറ്റിയുടെ ഉള്ളിൽ ആ ഒരു എൻ്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഇംപ്ലോയിഡ് അതോറിറ്റിക്കുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇൻവോൾവ് ആയിരിക്കണം. ആൻഡ് ഐ കാൺട്ട് അസൈൻ ഓൾ ദി ഡ്യൂട്ടീസ് ടു ഓൾ ദ റൈറ്റ്സ് ടു എനി അതർ പേഴ്സൺ ഔട്ട്സൈഡ് ഓർ എൻ ഔട്ട്സൈഡർ ഫോർ ദി കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ, നമ്മളിന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ലോസ് ആണ്, ലോ റിലേറ്റിംഗ് ടു ദ പാർട്ട്ണർഷിപ്പ് ആൻഡ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. അതിനകത്തെ പാർട്ട്ണർഷിപ്പ് ലോ ആണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണ്, പാർട്ട്നേഴ്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ എസെൻഷ്യാലിറ്റീസ് ഓഫ് വാലിഡ് പാർട്ട്ണർഷിപ്പ്, ദ എക്സെപ്ഷൻസ് ടു ദ പാർട്ട്ണർഷിപ്പ്, മൈനർ പാർട്ട്ണറും അതുപോലെ നോ കൺസിഡറേഷനും പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പറഞ്ഞു. ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ്സ്, ആൻഡ് ഓൾസോ ദ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ടു വൺ അനദർ, ദ റൈറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ്, then the liabilities of the partners. Okay, so with this we can end today's class. അപ്പോൾ നിങ്ങൾ ഇന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് എനിക്ക് അയക്കേണ്ടത്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ, എന്തൊക്കെയാണ് ഒരു പാർട്ട്ണറിൻ്റെ റൈറ്റ്, അതുപോലെ വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് എ പാർട്ട്ണർ, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിത്ത് ദ റിലേഷൻസ്, ദാറ്റ് ഈസ് റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ടു ദ തേർഡ് പാർട്ടീസ്. മൂന്നാമതൊരാളിലേക്ക് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.